നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം മകളെ പോലെ കണ്ട ഒരു പെൺകുട്ടി നിറവയറുമായി അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവരാരും കരുതിയിട്ടില്ല ഇനി അവരും ആ കുഞ്ഞും തിരികെ വരില്ല എന്ന്. അവളെ തന്റെ മകൻ തന്നെ കൊലപ്പെടുത്തും എന്നും കരുതിയില്ല. തന്റെ മകൻ ചെയ്ത പാതകത്തിൽ നെഞ്ചു പിടഞ്ഞു കഴിയുന്ന ഒരു കുടുംബം, ഒരച്ഛൻ. അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്നതറിയാതെ ആശയക്കുഴപ്പത്തിലാണ് രജിലാലിന്റെ കുടുംബവും. നിലവിൽ ഗർഭിണിയായിരുന്ന ഭാര്യയെ രജിൻ കൊലപ്പെടുത്തി എന്നുള്ള സംശയങ്ങളാണ് ആക്കം കൂടുന്നത്. അങ്ങനെ സംശയങ്ങൾ ശക്തമാകുമ്പോഴാണ് ഇതിനിടയിൽ ഞെട്ടിക്കുന്ന പ്രതികരണവുമായിട്ട് രജിൻലാലിന്റെ ബന്ധുക്കൾ, പിതാവ് അടക്കമുള്ളവർ രംഗത്ത് നിന്നത്. മരിച്ച സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ യാതൊരുവിധ കുടുംബ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നാണ് രജിൻലാലിന്റെ പിതാവ് പ്രതികരിക്കുന്നത്. സോനയെ സ്വന്തം മകളെപ്പോലെയാണ് തങ്ങൾ നോക്കിയതെന്നും അവൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നുവെന്നും രജിൻലാലിന്റെ പിതാവ് പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ സോനയുടെ കുടുംബത്തിൽ നിന്നും ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഇരുവരും തമ്മിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് പോലും എന്ന് പറയുന്നു. ഒരുമിച്ചിരുന്ന് സിനിമയ്ക്ക് പോകുന്നു. അത്തരത്തിലുള്ള ഒരു ദാമ്പത്യമായിരുന്നു അവരുടേത്. പെട്ടെന്ന് എന്താണ് അവർക്കിടയിൽ ഉണ്ടായത് എന്നത് ഞങ്ങൾക്കും സംശയമുണ്ടെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ എന്തിനാണ് അവൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നത് തങ്ങൾക്കും അറിയേണ്ടതുണ്ട് എന്നും രജിൻലാലിന്റെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. അവന്റെ ഭാഗത്തു നിന്നാണോ അവളുടെ ഭാഗത്തു നിന്നാണോ ഈ സംഭവത്തിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ തീ കൊളുത്തിയത് എന്നതടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ രജിൻലാലിന്റെ ബന്ധുക്കളും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട സംശയം. സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസിന് വ്യക്തമായ തെളിവുകളോടെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടുന്ന സാഹചര്യമാണ്. പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കണം എന്നാണ് രജിൻലാലിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നത്. തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും സത്യമെന്തെന്ന് പുറത്തു കൊണ്ടുവരേണ്ടത് തങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്നും രജിൻലാലിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. അതേസമയം സംഭവത്തിൽ ആകെ മൊത്തം ആശയക്കുഴപ്പത്തിലാണ് പോലീസും. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ ഭർത്താവ് രജിൻലാലിനെതിരെയുള്ള ആസൂത്രിത കൊലപാതക ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. അത്തരം ആരോപണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ അന്വേഷണത്തിന്റെ കൺമുന ഇപ്പോൾ മരണപ്പെട്ട സോനയിലേക്ക് തിരിയുകയായിരുന്നു. അതായത് സംഭവത്തിൽ ചില ട്വിസ്റ്റുകൾ സംഭവിച്ചു. പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് തന്നെ കേസിൽ അവശേഷിക്കുന്ന ചില നിർണായക ചോദ്യങ്ങളും ദുരൂഹതകളും ഇതോടുകൂടെ ഉയരുകയും ചെയ്തു. ഈ ക്രൂരമായ ദുരന്തത്തിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ഉയരുന്നത്. പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടാക്കിയത് പേരാമ്പ്രയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. സംഭവം നടന്ന മെയ് 15 വൈകിട്ട് 7:25 ഒരു യുവതി പമ്പിലെത്തി വെളുത്ത കാനിൽ പെട്രോൾ വാങ്ങി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലുള്ളത് സോന തന്നെയാണെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. സോനയുടെ അമ്മാവൻ സത്യൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും കാറിനുള്ളിൽ തീ പടരുന്നത് പെട്രോൾ മൂലമാണ് എന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സോന നേരിട്ട് പെട്രോൾ വാങ്ങി എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്നാൽ ഈ CCTV ദൃശ്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ വലിയൊരു അസ്വാഭാവികത ദൃശ്യമാകാനുണ്ട്. പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളിൽ സോനയുടെ തോളിൽ ഒരു കറുത്ത ബാഗ് ഉണ്ട്. ഇടതു തോളിലിരുന്ന ബാഗ് പിന്നീട് വലതു കൈയിൽ പിടിച്ച് ഫുട്പാത്തിലൂടെ നടന്നു വരുന്ന സോനയുടെ കയ്യിൽ ഈ വെളുത്ത കന്നാസ് കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ആ കന്നാസ് എവിടെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സോനയുടെ കയ്യിലുള്ള കറുത്ത ബാഗിനാകട്ടെ ഈ കന്നാസ് ഉള്ളിൽ ഒതുക്കാനുള്ള വലിപ്പവുമില്ല. ഈ ഒരു പോയിന്റിലാണ് പോലീസിന് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള വ്യക്തത വരുത്താൻ സാധിക്കാത്തത്. കാറിലേക്ക് പെട്രോൾ എത്തിക്കാൻ മറ്റാരുടെയെങ്കിലും സഹായം സോനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സംശയങ്ങൾ ഇതോടെ ബലപ്പെടുന്നു. ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഭർത്താവ് റജിൻലാലിന്റെ മൊഴിയും ഈ നിഗമനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. കാറിനുള്ളിൽ പെട്രോളിന്റെ കടുത്ത മണം അനുഭവപ്പെട്ടപ്പോൾ ഇതേക്കുറിച്ച് താൻ സോനയോട് ചോദിച്ച നിമിഷത്തിൽ തന്നെ പുറകിൽ നിന്നും വൻതോതിൽ തീ ഉയർന്നുവെന്നും രജിൻലാൽ
രജിൻലാൽ മൊഴി നൽകുന്നു. രജിൻലാലിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്താണ് കൂടുതൽ പൊള്ളലേറ്റിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സംഭവ ദിവസം ഇരുവരും തമ്മിൽ കാറിലിരുന്ന് കടുത്ത തർക്കമുണ്ടായതിനെ തുടർന്നാണ് സോന മുൻ സീറ്റിൽ നിന്നും മാറി കാറിന്റെ പിൻ സീറ്റിലേക്ക് കയറിയത് എന്നും പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സോന പിൻ സീറ്റിലിരുന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതായിരിക്കുമോ എന്നുള്ള സംശയവും നിഗമനവും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാറിന്റെ ഘടന പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും ഈ ആത്മഹത്യാ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. കാറിന്റെ എഞ്ചിൻ ഭാഗത്തിനോ താഴെയുള്ള ഡീസൽ ടാങ്കിനോ യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. കാറിന്റെ ഉൾവശം മാത്രമാണ് പൂർണ്ണമായും കത്തിയമർന്നിരിക്കുന്നത്. അതിൽ തന്നെ സോന ഇരുന്നിരുന്ന പിൻ സീറ്റിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കരിഞ്ഞു പോയിരിക്കുന്നത്. കൂടാതെ സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശരീരത്തിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പെട്രോൾ ഒരു ബാഗിലാക്കിയാണ് സോന പമ്പിൽ നിന്നും കൊണ്ടുവന്നത് എന്നും ഈ ബാഗിന്റെ കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാറിനുള്ളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നുമാണ് പോലീസിന്റെ അവകാശവാദം. എന്തായാലും ഈ ദുരന്തത്തിന്റെ വേരുകൾ കിടക്കുന്നത് ഇവരുടെ ദാമ്പത്യത്തിലെ കടുത്ത അസ്വാരസ്യങ്ങളിലാണ് എന്നും പറയുന്നു. ഏറെക്കാലമായി പ്രണയിച്ച് വിവാഹം ചെയ്ത രണ്ടുപേർ, രജിൻലാലും സോനയും തമ്മിൽ പ്രണയ വിവാഹം. എന്നാൽ ഈ പ്രണയകാലം പോലും സുഗമമായിരുന്നില്ല എന്നുള്ളതാണ് സൂചന. രജിൻലാല് സോനയെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ച സമയത്ത് സോന വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അന്ന് രജിൻലാലിനെതിരെ പോലീസിൽ കേസ് വരികയും പിന്നീട് ആ കേസ് ഒത്തുതീർപ്പാക്കിയാണ് 3 വർഷം മുമ്പ് ഇരുവരും വിവാഹിതരായതുമെന്നാണ് വിവരം. എന്നാൽ വിവാഹശേഷവും സോനയ്ക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ മാത്രമായിരുന്നുവെന്ന് സോനയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. ഗർഭിണിയായ ശേഷവും സോനയെ രജിൻലാൽ കടുത്ത രീതിയിൽ സംശയിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വയറ്റിലുള്ള കുഞ്ഞ് തന്റേതാണോ എന്ന് ഉറപ്പുവരുത്താൻ പ്രസവശേഷം DNA പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട രജിൻലാൽ രംഗത്തേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ആരോപണം. ഇത് സോനയെ മാനസികമായി പൂർണ്ണമായി തകർത്തു കളഞ്ഞു എന്നും കൂടാതെ രജിൻലാലിന്റെ മറ്റൊരു സ്ത്രീബന്ധം അത് അവിഹിതം, അത് കൃത്യമായി അവൻ ചതിക്കുന്നു എന്ന തരത്തിൽ സോന കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തിരുന്നു എന്ന് തന്റെ ഇളയമ്മയുടെ മകൾ അശ്വതിയോട് വെളിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു. മരണ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7 മണി വരെ സോന ഇളയമ്മയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. വൈകിട്ട് ഇളയമ്മയുടെ മകൾക്കൊപ്പം പേരാമ്പ്ര ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോഴാണ് സോന ആർക്കും പിടികൊടുക്കാതെ മറികടന്നത്. അശ്വതി ചെമ്പ്ര റോഡിന് സമീപത്തെ കടയിൽ വസ്ത്രങ്ങൾ നോക്കുന്ന സമയത്താണ് സോന അവിടെ നിന്നും തനിയെ പെട്രോൾ പമ്പിലേക്ക് പോയത് എന്നാണ് സൂചന. വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങാനാണ് ഇരുവരും പിരിഞ്ഞതെന്നാണ് അശ്വതി പോലീസിനോട് വ്യക്തമാക്കിയത്. ഈ സമയത്താണ് സോന പെട്രോൾ വാങ്ങി ബാഗിലാക്കിയതെന്നാണ് സൂചന. രാത്രിയോടെ രജിൻലാൽ കാറുമായി എത്തി സോനയെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കക്കറമുക്ക് റോഡിൽ വച്ച് ഇത്തരത്തിൽ വണ്ടിക്ക് തീപിടിക്കുന്നത്. ഇവിടെയാണ് ക്രൈം അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. 7 മാസം ഗർഭിണിയായ ഒരു യുവതി ഭർത്താവിന്റെ പീഡനം സഹിക്കേ വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ടൗണിൽ പോയി കന്നാസിൽ പെട്രോൾ വാങ്ങി ബാഗിലിട്ട് കാത്തു നിൽക്കുമോ എന്നുള്ളതാണ്. അതോ തന്നെ നിരന്തരം പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഗർഭസ്ഥ ശിശുവിനെ പോലും അപമാനിക്കുകയും ചെയ്ത ഭർത്താവിനെ ഒപ്പം കൂട്ടി ജീവനോടെ കത്തിച്ചു കളയാൻ സോന മനഃപൂർവ്വം തയ്യാറാക്കിയ ഒരു കൊലപാതക ആത്മഹത്യാ പ്ലാൻ ആയിരുന്നു ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സോന പുറകിലിരുന്ന് പെട്രോൾ ഒഴിച്ചപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന രജിൻലാലിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതും സോന കാറിനുള്ളിൽ തന്നെ വെന്തുരുകി എന്നതും ഈ സംശയങ്ങളെ ബലപ്പെടുത്തുന്നതാണ്. എന്നിരുന്നാലും കേസിൽ ദുരൂഹതകളുടെ പുകമറ ഇപ്പോഴും പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. സോനയുടെ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് ഇത് രജിൻലാൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കൊലപാതകം തന്നെയാണെന്നുള്ളതാണ്. സോനയെ കാറിന്റെ പിൻ സീറ്റിലേക്ക് നിർബന്ധിച്ചിരുത്തി പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം രജിൻലാൽ പുറത്തേക്ക് ചാടിയതാകാമെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം അല്ലെങ്കിൽ സംശയം. കയ്യിലെ കന്നാസ് എവിടെ പോയി എന്നതിലും കറുത്ത ബാഗിനുള്ളിൽ കന്നാസ് എങ്ങനെ ഒതുങ്ങി എന്നതിലും പോലീസിന്റെ പക്കലും വ്യക്തമായ ഉത്തരമില്ല. മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ കഴിയുന്ന രജിൻലാലിന്റെ തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതിലാണ് ഇനി മുന്നോട്ടുള്ള ഒരു സൂചന ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ആ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അതിന് ഒന്നും അറിയാത്ത കുഞ്ഞുകൂടെ ഇരയായി മാറി എന്നുള്ള ഒരു വേദനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.